ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഇതെൻ്റെ പാസ്പോർട്ടാണ്. നമുക്ക് അന്നപൂർണ്ണക്ക് കയറാൻ പെർമിറ്റ് വേണം. ആ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എമിഗ്രേഷന് ഓഫീസിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. പോക്ര എന്ത് പറ്റി? വീഡിയോ എടുക്കല്ലേന്നല്ലേ? എടുക്കുന്നില്ല. അപ്പോൾ ഇതാ നേപ്പാൾ ടൂറിസമിൻ്റെ ബോർഡിലാണുള്ളത്. അപ്പോൾ പാസ്പോർട്ട് കൊടുക്കണം ഇവിടെ, എന്നിട്ട് അന്നപൂർണ്ണ ട്രക്കിങ്ങിൻ്റെ പെർമിറ്റ് വാങ്ങണം. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല. അവിടെ എഴുതിയിട്ടുണ്ട് നോ ഫോട്ടോസ് ഓർ വീഡിയോ അലൗഡ്. സോ ലാൻഡ് ക്രൂസറാണ് ഉമ്മാരെ വണ്ടിയൊക്കെ, ഇവിടുത്തെ പോലീസിൻ്റെ ഒക്കെ. എന്താ അല്ലേ, സെറ്റാണ്. ഇതങ്ങനെ അകത്ത് പോയി നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കുള്ള പെർമിറ്റ് എടുത്തത്. ഇതാണ് പെർമിറ്റ്. ഒരാൾക്ക് 1000 രൂപ വരുന്നുണ്ട്. അങ്ങനെ പെർമിറ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇത് ബാഗിൽ വെക്കണം. ഇതൊന്ന് ബാഗ് ടെൻ്റൊക്കെ ഇങ്ങനെ വെച്ചാണ് പോകുന്നുള്ളത്. ഈ ഒരു പോക്കറ്റ് ഉണ്ടല്ലോ, എല്ലാം അഡ്ജസ്റ്റാണ്. ഇതെല്ലാം വെക്കണല്ലേ ഇതില്? ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങി ഗാണ്ടൂർക്ക് വില്ലേജിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇതൊരു ബസ്സിലാണുള്ളല്ലോ ഈ ബസ്. ഇവിടുത്തെ വ്യൂ നിങ്ങളൊന്ന് കണ്ടു. ഒരു മിനിറ്റ്, ഇപ്പൊ മരങ്ങളൊക്കെ കണ്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കാണണ്ട. മോനെ ശരി എന്ന് പറഞ്ഞാലിടല്ലോ, കാണാൻ അങ്ങനെയാണോ? നോക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ അവർ ഇങ്ങനെ വരുന്നത്. എന്നാണെങ്കിലേ മൊബൈലിൽ നെറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നുന്നു യൂട്യൂബില് വീഡിയോസ് ഐ തിങ്ക് വ്ളോഗൊക്കെ ഞാൻ ഇന്ത്യക്ക് എത്തിയതിനു ശേഷം ഇടാൻ പറ്റും തോന്നുന്നു. കാരണം ഇവിടുത്തെ നെറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇനി റീചാർജ് ചെയ്യണമെങ്കിൽ 500 രൂപ ഒക്കെ വേണം. 500 രൂപ. അത് നമുക്ക് ആഴ്ച അങ്ങനെ ചെയ്താല് പെടും. അതുകൊണ്ട് അതാവൂല. നോക്കട്ടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. എന്തായാലും ഷോർട്സ് എപ്പോഴും ഉണ്ടാവും. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. നോക്കിയ സ്ഥലം നോക്കിയ, ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയ, എന്താ ചെളി, എന്താ രസം. ആ പാറക്കെട്ടിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കിയ എന്റെ മോനെ. ഇവിടെ ടൂറിസ്റ്റ് വണ്ടികളും പിന്നെ ബസ്സുണ്ട്, ബസ് സർവീസ് ഉണ്ട്. അത് ചെറിയ ബസ്സാണ്. നമ്മുടെ നാട്ടിലത്തെ മിനി ബസ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പോകാറുള്ളത്. ഗാൻഡ്രോക്ക് വില്ലേജിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇതിൽ സ്ട്രൈറ്റ് വേണം പോകാൻ. ഞങ്ങൾ പിന്നെ കുറച്ച് ക്രീം ബന്ന് വാങ്ങി 2-3 ദിവസത്തേക്ക് അതും ഹോൾഡ് ചെയ്യും ഞങ്ങളെ. ഇനി നല്ല നല്ല പ്ലേസാണ് കാണാൻ തുടങ്ങുന്നുള്ളത്. അങ്ങനെ ഞാനിതാ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം മഴയുണ്ട്. അങ്ങനെ റെയിൻകോട്ടിൻ്റെ പാൻറ്റ് സംഭവം ഞാൻ വീട്ടിൽ മറന്നു വന്നു. ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി മൊത്തം ചെണ്ടിയായിക്കൊണ്ടായിരിക്കും. ഇതാണ് हेलो नमस्ते. बारिश ज़्यादा है? हिंदी ओनली नेपाली? ठीक है, बाय. അതിന് മഴ അധികം ഉണ്ടോയെന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർക്ക് ഹിന്ദി അറിയില്ല, നേപ്പാളി മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ നേപ്പാളി അറിയില്ല. ഓക്കെ, വ്യൂ നോക്കിയേ എൻ്റെ മോനെ. ഒക്കെ അടിച്ചാലാ നിൽക്ക്. എന്താ അച്ചടക്കം മോനിപ്പോൾ പോയിട്ട് ഒന്ന് അതെൻ്റെ അച്ചടക്കത്തിൽ പോകുന്നു. നോക്കിയ നല്ല ഒരു ചവിട്ടിട്ടങ്ങ് പോകൂ. വെള്ളത്തിനൊരു ഫോഴ്സ് നോക്കിയേ എൻ്റെ മോനെ. പറയാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ കുറേ സംസാരിക്കാൻ പറ്റൂല. കാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നോർമൽ നടത്ത ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് കയറുന്നുള്ളത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ സംസാരം കുറക്കാം. അതാണ് ഈ ട്രക്കിങ്ങിൽ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പരമാവധി സംസാരങ്ങളില്ലാണ്ടാണ്
പോകുന്നുള്ളത്. ആദ്യം ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആവാൻ പറ്റും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സോ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ. വേ ടു അന്നപൂർണ ACAP. ചേച്ചിയാണ് നമുക്ക് മുകളിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ഹായ്. हेलो हाय नमस्ते नमस्ते. आपका नाम क्या है? कल्पना कल्पना. हो गए हो गया. സീന് സ്ഥലല്ലേ. അവരു നീ ഫോട്ടോ എടുത്ത് ഇത് എനിക്ക് സ്റ്റോറി പോലെ ഇടാൻ പറ്റൂല. നീ എന്റെ അവസ്ഥ ആലോചിച്ചോക്ക്. അവരെടുത്ത് വെച്ചിട്ട് എന്തെയ്യുന്നേ? ഫ്രെയിം ഏതൊക്കെയാ? ആ അത് ശരിയാ. എന്റെ മോനെ, നമുക്കിനി ഇതിലിപ്പോ ഏത് മല കയറണമെന്ന് പോലും അറിയില്ല. പോയോണ്ടിരിക്കാണ്. ഈ വഴിയാണ് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് പോകുന്നുള്ളത്. ജിനു കണ്ട. പിന്നെ ഞങ്ങള് 2 ദിവസമായല്ലോ കുളിക്കാണ്ട്. അതായത് ഇന്ന് ഇവിടെ ഈ ഒരു വെള്ളത്തിൽ വേണം കുളിക്കാൻ. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഇവിടെ ഒന്ന് കുളിച്ചിട്ട് ഫ്രഷപ്പായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും നടക്കണം. ഒരു 2 മണിക്കൂറോളം നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചൊക്കെ മിന്നി വരട്ടെ.